ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ എന്താണ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതേപോലെ ലെക്ചർ മെത്തേഡും ഡെമോൺസ്ട്രേഷൻ മെത്തേഡും നമ്മൾ പഠിച്ചു. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റയടിക്കെല്ലാം മനസ്സിലാവും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡും ലബോറട്ടറി മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ് ആൻഡ് ബ്രെയിൻസ്റ്റോമിംഗ് മെത്തേഡ്. ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രഡീഷണൽ മെത്തേഡ്. ദിസ് ഈസ് നോൺ ആസ് എ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്. It is a teacher-centered method. In this method, teacher is active and learners are passive. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ഈ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡെന്നും പറയുന്നുണ്ട്. ഇതൊരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അതേപോലെ തന്നെ the teacher performs the experiment in the class and goes on explain what he does. Here, the students see the actual apparatus and operations and help the teacher in demonstrating the experiment. And this method works on the principle of concrete to abstract and learning by doing. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മൾ ലെക്ചർ മെത്തേഡും ഡെമോൺസ്ട്രേഷൻ മെത്തേഡും പഠിച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇതിൽ ടീച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് എക്സ്പെരിമെൻറ്റ്സ് അവരുടെ മുമ്പിൽ വെച്ച്, അതായത് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആക്ച്വൽ അപ്പാരറ്റൻസും ഓപ്പറേഷൻസും ഒക്കെ കാണിക്കുന്നു. ഇതിന് ശേഷം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ഈ ഒരു ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നത് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ നോക്കാം. ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ദ ഡെമോൺസ്ട്രേഷൻ ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് റിഹേഴ്സ്ഡ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഇറ്റ് ഗിവ് കോൺഫിഡൻസ് ഇൻ ദ ഡെമോൺസ്ട്രേറ്റർ. അതായത് ഈ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഒന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് കൂടെ ഇവരുടെ മുമ്പിൽ കാണിക്കാവുള്ളൂ. എങ്കിലേ നമുക്കതിനൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. The teacher should be clear to the purpose of demonstration. He should know the aim and objectives of the demonstration. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഡെമോൺസ്ട്രേഷനെ പറ്റി ഒരു ക്ലിയർ കട്ട് പിക്ചർ ടീച്ചറിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. എന്താണ് ഇതിൻ്റെ എയിമെന്നും എന്താണ് ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട എയിമും ഒബ്ജക്റ്റീവും ക്ലിയർ ആയിട്ട് ടീച്ചറിന് മനസ്സിലായിരിക്കണം. കുട്ടികൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കുട്ടികൾക്ക് ഇത് പൂർണ്ണമായും മനസ്സിലാകും എന്നുള്ളത് ടീച്ചർ ഉറപ്പുവരുത്തണം. Demonstration should be the result of active participation of pupil and teacher. Teacher help the students in arranging and fitting the performing the experiment. അതായത് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പ്യൂപ്പിൾ ആൻഡ് ടീച്ചർ ഇവിടെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ കൊണ്ടുവന്നേക്കുന്ന അപ്പാരറ്റേഴ്സിൻ്റെയൊക്കെ ഫിറ്റിങ്ങിനും അറേഞ്ച്മെൻറ്റിനും അതേപോലെ തന്നെ പെർഫോമിങ് ദ എക്സ്പെരിമെൻറ്റ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് ടീച്ചർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷന് വേണ്ട ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഈ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന് ടോട്ടൽ 5 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് പ്ലാനിങ് ആൻഡ് പ്രസൻറ്റേഷൻ, രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലെസൺ, മൂന്നാമത്തത് പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, നാലാമത്തത് എക്സ്പെരിമെൻറ്റേഷൻ, അഞ്ചാമത്തത് ബ്ലാക്ക് ബോർഡ് വർക്ക്. ഇതാണ് ഈ ഒരു ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്ലാനിങ് ആൻഡ് പ്രസൻറ്റേഷൻ നോക്കാം. വൈൽ പ്ലാനിങ് എ ഡെമോൺസ്ട്രേഷൻ ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അതായത് നമ്മൾ അവരുടെ മുമ്പിലൊരു ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അതെന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറ്റർ, ലെസൺ പ്ലാനിങ്, റിഹേഴ്സൽ ഓഫ് എക്സ്പെരിമെൻറ്റ്, കളക്ഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് അപ്പാരറ്റസ്. അതായത് എന്ത് സബ്ജക്റ്റാണോ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ വെച്ചിട്ടൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലെസൺ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഒന്ന് റിഹേഴ്സൽ ചെയ്യണം. ഒന്ന് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം കളക്ഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് അപ്പാരറ്റസ്, അതായത് എന്തൊക്കെ സാധനങ്ങളാണോ ഇതിന് വേണ്ടത് അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലെസൺ ആണ്.
The lesson may be introduced on the following basis: students' personal experience, students' environment, telling story, a simple and interesting experience. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ലെസൺ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ചെല്ലുമ്പോഴേ അങ്ങ് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ അതിന് മുന്നേ ആ ലെസൺ ഒന്ന് ജസ്റ്റ് ഒരു ലെക്ചർ രീതിയിൽ തന്നെ നമ്മൾ കുട്ടികളിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിലാവാം? സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാവാം, സ്റ്റുഡൻസിൻ്റെ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന പോലെ ആവാം, അല്ലെങ്കിൽ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റ്, ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റിലൂടെയും ആവാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ആദ്യമേ ആ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റാണ് എന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ഓഫ് ലെസൺ. ഇത് സ്റ്റെപ്പ് പ്രസൻറ്റേഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ആണ്. The teacher must study the subject matter on broad base, taking into consideration the interest and experience of students. While demonstration is going on, questions should also be asked which help the students to understand the principle. The teacher should try to illustrate the fact and principles. ലാംഗ്വേജ് യൂസ് ബൈ ടീച്ചർ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. അതായത് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയെ പറ്റിയാണ് പറയുന്നത്. ടീച്ചർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ സിമ്പിളും അതേപോലെ തന്നെ ക്ലിയർ ലാംഗ്വേജും ആയിരിക്കണം. പിന്നീട് പറയുന്നത് ടീച്ചർ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഒരു ബ്രോഡ് ബേസിൽ തന്നെ ഒരു സ്റ്റഡി നടത്തണം. വളരെ അതിനുശേഷം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. ഈ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കണം. കാരണം എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ക്ലിയർ ആവുകയുള്ളൂ. അതിനുശേഷം എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് നടന്നതെന്നുള്ള ഫാക്റ്റ് കുട്ടികളോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നീട് പറയുന്ന ലാംഗ്വേജ് സിമ്പിളും ക്ലിയറും ആയിരിക്കണം. അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ഡെമോൺസ്ട്രേഷൻ ഷുഡ് ബി പ്രോപ്പർലി സ്പേസ്ഡ് ആൻഡ് സ്റ്റാക്കിംഗ് ക്ലിയർ ആൻഡ് കൺവിൻസിങ്. ദ ഡെമോൺസ്ട്രേഷൻ ടേബിൾ ഷുഡ് ഹാവ് ഓൺലി apparatus. The experiment should be simple and speedy. All the apparatus should not be displayed at once. അടുത്തത് എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റേഷൻ നടത്തേണ്ടത് എന്നാണ്. അതായത് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രോപ്പർലി അതായത് എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് സ്ലോ ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ചെയ്യണം. സ്ലോ ആയിട്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത്ര സമയമെടുത്ത് വളരെ ക്ലിയർ ആയിട്ട് കൺവിൻസിങ് ആയിട്ട് വേണം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആ ഡെമോൺസ്ട്രേഷൻ ടേബിൾ എന്ന് പറയുന്നത് ആ ഒരു ടേബിളിൽ അപ്പാരറ്റസ് മാത്രമേ ഉണ്ടാകാവൂ, അല്ലാതെ എല്ലാ കാര്യങ്ങളും കൂടെ വലിച്ചു വാരി ഇടരുത്. ഈ എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളായിരിക്കണം, അതേപോലെ തന്നെ സ്പീഡി ആയിരിക്കണം. അതേപോലെ തന്നെ അപ്പാരറ്റസ് ഒരു തവണ മാത്രമല്ല, ഷുഡ് നോട്ട് ബി ഡിസ്പ്ലേഡ് അറ്റ് വൺസ്. ആ അപ്പാരറ്റസ് എല്ലാം കുട്ടികൾ കണ്ടു ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്തണം. അവർക്ക് അത് മനസ്സിലാവും വരെ നമ്മളത് അവർക്ക് കാണിച്ചു കൊടുക്കണം. അടുത്തത് ബ്ലാക്ക് ബോർഡ് വർക്ക്. A big blackboard behind the demonstration table is necessary in order to summarize the principles and other matters of demonstration and also to draw necessary diagrams and sketches. അതായത് ഒരു ബ്ലാക്ക് ബോർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഈ ചെയ്ത എക്സ്പെരിമെൻ്റൊക്കെ സമ്മറൈസ് ചെയ്യാനും ഇതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ സമ്മറൈസ് ചെയ്യാനും അതേപോലെ ഡയഗ്രാംസും സ്കെച്ചസൊക്കെ വരക്കാനും അതെല്ലാം നോട്ട് ചെയ്യാനും ഒക്കെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഫസ്റ്റ്, സേവ് ടൈം ആൻഡ് മണി. സെക്കൻഡ്, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. തേർഡ്, ഹെൽപ്ഫുൾ ടു പ്രൊമോട്ട് യൂസ്ഫുൾ ഡിസ്കഷൻ. മോർ എഫക്റ്റീവ് മെത്തേഡ്, ആക്റ്റീവ് മെത്തേഡ്, ഹെൽപ്ഫുൾ ഫോർ ടീച്ചർ. അതായത് ടൈം സേവിങ്ങും മണി സേവിങ്ങും ആണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ടാവും. സ്റ്റുഡൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കേൾക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു യൂസ്ഫുൾ ഡിസ്കഷൻ നമുക്ക് നടത്താം. അതുവഴി കുട്ടികൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവും. ഇതൊരു മോർ എഫക്റ്റീവ് മെത്തേഡാണ്. അതേപോലെ തന്നെ ഒരു ആക്റ്റീവ് മെത്തേഡുമാണ്. ഇത് ടീച്ചേഴ്സിനും കൂടുതൽ ഈസി ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ പറഞ്ഞ് വിശദീകരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ട് മനസ്സിലാക്കുമ്പോൾ അത് ടീച്ചേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. കൂടുതൽ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. അടുത്തത് ഡിസഡ്വാൻറ്റേജ് ഓഫ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഫസ്റ്റ് അതിൽ പറയുന്ന പോയിന്റ് വിസിബിലിറ്റി എന്ന് പറയുന്ന പോയിൻ്റാണ്. വിസിബിലിറ്റി ഈസ് എ മെയിൻ പ്രോബ്ലം ഓഫ് എ ടീച്ചർ ബിക്കോസ് ഓൾ ദ സ്റ്റുഡൻസ് മേ നോട്ട് ബി ഏബിൾ ടു സീ ദ ഡീറ്റെയിൽസ് ആൻഡ് റിസൾട്ട് ഓഫ് ഡെമോൺസ്ട്രേഷൻ. അതായത് വിസിബിലിറ്റി, കുട്ടികൾക്ക് എല്ലാം ഇത് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം പുറകെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് എത്രമാത്രം ക്ലിയർ ആവുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. അടുത്തത് സ്പീഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്.
either too fast or too slow speed of demonstration sometimes may create trouble. അതായത് ഭയങ്കര സ്പീഡിൽ പോയാലും ഭയങ്കര സ്ലോയിൽ പോയാലും അത് ചില പ്രശ്നങ്ങൾ ചില സമയത്ത് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും. കാരണം ഇത് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ മനസ്സിലാകുന്നവർക്കും മനസ്സിലാകാത്ത ആൾക്കാർക്കും ഒക്കെ ചിലപ്പോൾ ചില ക്ലാസ്സിൽ നമ്മൾ ലെക്ചർ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം സ്ലോയിലൊക്കെ പറയും. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കില്ല. എക്സ്പെരിമെൻ്റ് ആ ഒരു ടൈമിൽ അങ്ങ് നടന്നു പോകും. അപ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ദിസ് മെത്തേഡ് സംഹൗ ഹിൻഡർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലബോറട്ടറി സ്കിൽ എമംഗ് ദ സ്റ്റുഡൻസ്, then not useful for developing scientific attitude. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് ലബോറട്ടറി മെത്തേഡ്. ലബോറട്ടറി മെത്തേഡ്. The laboratory method is a planned learning activity dealing with original or raw data in the solution of problem. It is a procedure involving first-hand experience with materials or facts derived from investigators or experimentation. The laboratory method is used to design a teaching procedure in the subject that uses experimentation with apparatus. അതായത് ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്ലാൻഡ് ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ഇതിൽ ഒരു ഒറിജിനൽ കാര്യം അല്ലെങ്കിൽ ഒരു റോ ഡേറ്റ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അവർ നേരിട്ട് ചെയ്യുവാണ്. അവർക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലബോറട്ടറി മെത്തേഡ് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന റോ മെറ്റീരിയൽസും റോ ഡേറ്റാസും ഒറിജിനൽ ഡേറ്റാസും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ലബോറട്ടറി മെത്തേഡ്സിൻ്റെ എയിംസ് എന്താണെന്ന് നോക്കിയാൽ ടു ഗീവ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻറ്റ്, to provide student participation in original research, to develop skill in the use of laboratory equipments and instruments, to make use of the power of observation and reasoning, to make use of reality to make learning easy and permanent, to build scientific attitude in the students. അപ്പോൾ ഇതിൻ്റെ എയിംസ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുക. ലാബ് ചെയ്യുമ്പോൾ അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ റിസർച്ച് ചെയ്യാനുള്ളൊരു പാർട്ടിസിപ്പേഷൻ സ്റ്റുഡൻസിൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഒബ്സർവേഷൻ്റെയും റീസണിങ് സ്കില്ലും പവർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് റീസണിങ് സ്കില്ല് യൂസ് ചെയ്യുക. പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈസിലിയും അതേപോലെ പെർമനൻ്റ്ലിയും പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു ലബോറട്ടറി മെത്തേഡിൻ്റെ എയിം എന്ന് പറയുന്നത്. ഈ ലബോറട്ടറി മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓർ ഇൻട്രൊഡക്ടറി സ്റ്റെപ്പ്, അടുത്തത് വർക്ക് പീരീഡ്, അത് കഴിഞ്ഞ് ക്യുമുലേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഇതൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം അവരുടെ വർക്ക് പീരീഡാണ്, അതിനുശേഷം ക്യുമുലേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് നോക്കിയാൽ സൈക്കോളജിക്കൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ക്ലോസ് സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്യും മീൻസ് സ്റ്റുഡൻറ്റ് ടീച്ചറുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ലാബിലാവുമ്പോഴത്തേക്ക് കൂടുതൽ സംസാരിക്കുകയും ഡൗട്ട് ക്ലിയർ ചെയ്യുകയും ഹെൽപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. പിന്നെ സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടാവും. ബിൽഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കില്ലും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡാണ്. പിന്നെ റിറ്റൻഷൻ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ, കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ഡീമെറിറ്റ് ഓഫ് ലബോറട്ടറി മെത്തേഡ്സ്, ഓൾ നോളജ് കനോട്ട് ബി വെരിഫൈഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. അതായത് എല്ലാ നോളജും നമുക്കിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഷോർട്ടേജ് ഓഫ് റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് അവിടെ അനുഭവപ്പെടും. ലാക്ക് ഓഫ് ഫണ്ട്, ഒത്തിരി ഫണ്ട് വേണമല്ലോ ഈ ലബോറട്ടറി മെത്തേഡിന്, ലാക്ക് ഓഫ് ഫണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് മേ ഫീൽ ഹെവി ബേർഡൻ. ചില സ്റ്റുഡൻസിന്, എല്ലാവർക്കും ഒന്നും അറിയില്ല, ചില സ്റ്റുഡൻസിന് ഇതൊരു ഹെവി ബേർഡനായിട്ട് തോന്നാം. ടീച്ചർ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അറ്റൻഡ് ടു ദ ഇൻഡിവിജ്വൽ നീഡ് ഓഫ് സ്റ്റുഡൻസ്. ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് ശ്രദ്ധിക്കുന്നതും അവരുടെ ഇൻഡിവിജ്വൽ നീഡ് ഒരേ സമയം സാധിച്ചു കൊടുക്കുന്നതും ടീച്ചറിനൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നാം. നീഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെൽ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഓൺലി. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസും അതേപോലെ തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീച്ചറുമാണ് ഇതിന് വേണ്ടത്. കാരണം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അതിനൊത്ത ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ലാബിൽ കൊണ്ടുപോവുക അതിനുള്ള ഒരു പരിജ്ഞാനം ഇല്ലെങ്കിലും
അത് ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് ആയി പോകാൻ ചാൻസ് ഉള്ളൊരു മെത്തേഡാണ് ഈ ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. The word heuristic has been derived from a Greek word heurisco, which means I find or I discovered. അപ്പോൾ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഈ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഹ്യൂറിസ്കോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡില്ല ഹ്യൂറിസ്റ്റിക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഐ ഫൈൻഡ് അല്ലെങ്കിൽ ഐ ഡിസ്കവർ എന്നുള്ള മീനിങ് ആണ് ഇതിന് വരുന്നത്. ഞാൻ കണ്ടെത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ മീനിങ്ങിൽ വരുന്നത്. ഈ മീനിങ് അതായത് ഈ ഐ ഫൈൻഡ് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഐ ഡിസ്കവർ എന്നുള്ളത് തന്നെയാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ പറയുന്നത്. Heuristic method of teaching science was proposed by H.E. Armstrong 1888 to 1928. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്തത് H.E. Armstrong ആണ്. Armstrong originally introduced this method for learning of science. സയൻസിൻ്റെ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഒറിജിനലി ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The aim of this method is to develop a scientific attitude and spirit in people. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ആക്ച്വൽ എയിം എന്ന് പറയുന്നത് കുട്ടികൾ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു സയൻറ്റിഫിക് സ്പിരിറ്റ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി പ്രോംപ്റ്റ്സ് ദ പീപ്പിൾ ടു ലേൺ. ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് കുട്ടികളെ കൂടുതൽ പഠനത്തിലേക്ക് നയിക്കും. The object of the heuristic method is to make pupil more exact, more thoughtful, observant and thoughtful, to lay this solid foundation for future self-education and to encourage think growing of spirit of inquiry and research. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ മോർ എക്സാക്റ്റ് ആക്കുക, മോർ ട്രൂത്ത്ഫുൾ ആക്കുക, ഒബ്സർവൻ്റ് ആക്കുക, അതേപോലെ തന്നെ തോട്ട്ഫുൾ ആക്കുക. ഒരു സെൽഫ് എഡ്യൂക്കേഷൻ, സ്വയം പഠിക്കുക എന്നുള്ള ഒരു സെൽഫ് എഡ്യൂക്കേഷൻ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഫൗണ്ടേഷനാണ് ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ചെയ്യുന്നത്. കുട്ടിയെല്ലാം ഇവിടെ സ്വന്തമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു ജസ്റ്റ് എല്ലാം നോക്കാനുള്ള ഒരാളായിട്ട് ഒരു പാസീവായിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. It describing an approach to learning by trying without necessarily having an organized hypothesis or way of proving that the result provide or disapproved by hypothesis. Disapprove the hypothesis. That is trial by error learning. ഒരു ട്രയൽ ബൈ എറർ ലേണിംഗ് ആണ്. അതായത് കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കുക. ഇപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തെറ്റുണ്ടാവും, അത് തിരുത്തുക, അങ്ങനെയുള്ള ഒരു പഠനം. The main objective of heuristic method are to develop among students for the ability to self-learning, critical thinking and attitude of logical thinking. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൽ ഒരു സെൽഫ് ലേണിംഗ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ലോജിക്കൽ തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്യുക. അതാണ് ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. To develop this method among students, the attitude of accepting truth only after verification, it not accepting things based on blind faith. അതായത് സ്റ്റുഡൻസ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്, ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കില്ല. പക്ഷെ അതിലൊരു കറക്റ്റ് വെരിഫിക്കേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ട്രൂത്ത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന് കറക്റ്റ് ഒരു വെരിഫിക്കേഷൻ അവർക്ക് മനസ്സിലായതിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ കുട്ടി സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാം സ്വന്തമായി ചെയ്ത് കണ്ടെത്തുന്നു. അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് സ്റ്റുഡൻറ്റും പാസീവായിട്ട് നിൽക്കുന്നത് ടീച്ചറുമാണ്. അപ്പോൾ ഇതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് നോക്കാം. In this method, pupil realize the problem, thinking about it, observe it, test it and conclude about it. This creates a scientific attitude in pupil. Hence, this method is a scientific method of teaching. അതായത് ഈ ഒരു മെത്തേഡിൽ പ്യൂപ്പിള് അതായത് സ്റ്റുഡൻസ് അതിലെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയുന്നു, അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിനുശേഷം അത് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇത് പ്യൂപ്പിളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് നമുക്ക് പറയാം. This is a psychological method as the students learn by self-practice. The maximum learning by doing is involved. ഇതൊരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. സ്റ്റുഡൻസ് സെൽഫ് പ്രാക്ടീസിലൂടെയാണല്ലോ അതിൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡായിട്ടും നമുക്ക് പറയാം. പിന്നെ in heuristic method, in addition to mental and reasoning powers, development of self-confidence and intellectual interdependence etc. also occur gradually. അതായത്
ഇതിലൊരു മെൻ്റൽ റീസണിങ് പവറൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മെൻ്റൽ റീസണിങ് പവറിൻ്റെ കൂടെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും ഇൻ്റർഡിപ്പെൻഡൻസും അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ദ എൻ്റർ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ സ്കൂൾ. ദിസ് സോൾവ്സ് ദ പ്രോബ്ലം ഓഫ് ഹോംവർക്ക് ഓട്ടോമാറ്റിക്കലി. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ കംപ്ലീറ്റ് പ്രോബ്ലം സ്കൂളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അതുകൊണ്ട് ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ബേർഡൻ ഇവിടെ ഇല്ല. പിന്നെ ദിസ് മെത്തേഡ് മോട്ടിവേറ്റ്സ് പീപ്പിൾ ഫോർ ഡൂയിങ് മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. ദിസ് ഓൾസോ അവോയ്ഡ് ഹിൻഡ്രൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണിംഗ്. അത് കുട്ടികളെ കൂടുതൽ മോർ ഡിഫിക്കൽട്ട് ടാസ്ക് ചെയ്യുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. In this method, pupils work themselves and consult themselves. This coordinates their physical and mental power. It develops in the student a habit of diligence. അപ്പോൾ ഇതിൽ പറയുന്നത് പ്യൂപ്പിൾസ് എന്ത് ചെയ്യുന്നു, വർക്ക് ദംസെൽസ്, അതേപോലെ തന്നെ കൺസൾട്ട്, അവർ സ്വയം വർക്ക് ചെയ്യുന്നു, സ്വയം എല്ലാം കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ കോർഡിനേഷനും ഒരു മെൻ്റൽ പവറും എല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു ഹാബിറ്റ് ഓഫ് ഡിലഗൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ദിസ് മെത്തേഡ് അലൗ ദ പ്യൂപ്പിൾ ഇൻ ദ നോളജ് ഈസ് ഗെയിൻ ബൈ സെൽഫ് ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് റിട്ടൈൻ ഫോർ എ ലോങ്ങർ ടൈം. ഇത് സ്വയം ചെയ്ത് കണ്ടെത്തുന്നതായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇത് കൂടുതൽ സമയം നിൽക്കും. പവർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് റീസണിങ് ആൻഡ് ഡ്രോയിങ് ഇൻ്റർഫിയറൻസ് ആർ ഡെവലപ്ഡ്. ഇറ്റ് ക്രിയേറ്റ്സ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പവർ ഓഫ് ഒബ്സർവേഷനും റീസണിങ്ങും ഡ്രോയിങ് ഇൻ്റർഫിയറൻസും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടക്കും. ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ലേണിംഗ്. Students learn by doing, so there is a little scope of forgetting. It develops self-confidence, self-discipline in students. അതായത് ഇതൊരു മീനിങ് ഫുൾ ലേണിംഗ് ആണെന്ന് പറയാം. കാരണം സ്റ്റുഡൻസ് തനിയെ ആണ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കത് സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഡിസിപ്ലിനും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരത് മറക്കത്തുമില്ല. പിന്നെ ഇറ്റ് ഗീവ്സ് ദ സ്റ്റുഡൻസ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. ഇറ്റ് ഡെവലപ്പ് ഹാബിറ്റ് ഓഫ് സെൽഫ് ലേണിംഗ് ആൻഡ് സെൽഫ് ഡിറക്ഷൻ. ഇത് സ്റ്റുഡൻസിന് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ലേണിങ്ങും സെൽഫ് ഡിറക്ഷനും ആ ഒരു ഹാബിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഓൺലി ഫോർ ദ പീപ്പിൾ ഓഫ് ഹയർ ക്ലാസ്സസ് ആൻഡ് നോട്ട് ഫോർ ലോവർ ക്ലാസ് പീപ്പിൾ. This method cannot be used in nursery and primary classes. Discovery of a thing needed hard work, patience, concentration, reasoning and thinking power and creative ability. അതായത് ഇതൊരു ഹയർ ക്ലാസ്സസിൽ മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. കാരണം ഇത് ഒരിക്കലും പ്രൈമറി ക്ലാസ്സസിലോ നഴ്സറി ക്ലാസ്സസിലോ ചെയ്യിക്കാൻ പറ്റില്ല. ഒരു ഹയർ ക്ലാസ്സസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിന് കോൺസെൻട്രേഷനും അതേപോലെ ഹാർഡ് വർക്കും പേഷ്യൻസും റീസണിങ്ങും തിങ്കിങ് പവറും ക്രിയേറ്റീവ് എബിലിറ്റിയും എല്ലാം വേണം. എല്ലാ കുട്ടികൾക്കും ഇതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ദ മോഡേൺ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഹാസ് ബിക്കം സോ മച്ച് കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഈവൻ എവറി പീപ്പിൾ അക്വയർ നോളജ് ബൈ ഡൂയിങ് റിസർച്ച് ഹിംസെൽഫ്. ദ ടീച്ചർ ഹാഡ് ടു പ്രൊവൈഡ് ഇറ്റ് നോളജ് ഡയറക്ട്ലി. അടുത്തതെന്ന് പറഞ്ഞാൽ ദ നോളജ് ഓഫ് ഓൾ ദ സബ്ജക്ട് ഓഫ് എ കരിക്കുലം cannot be imparted to the pupil for examination by heuristic method. Hence this method is not appropriate. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് വെരി ലോങ് ആൻഡ് സ്ലോ പ്രോസസ് ആൻഡ് hence a prescribed course cannot be covered within a specific period. പിന്നെ it is very costly because well equipped laboratories are required for the purpose. This method is successful if well equipped laboratory, library and good textbook written in heuristic lines are available. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡേൺ കൾച്ചറിലും മോഡേൺ സിവിലൈസേഷനിലും കുട്ടികൾ തനിയെ നോളജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ തന്നെത്താൻ റിസർച്ച് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചർ അവർക്ക് ഡയറക്റ്റ്ലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ പറയുന്നത് കരിക്കുലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ വഴി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ഇത് വളരെ ലോങ്ങും എന്നാൽ സ്ലോയും ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ പറയുന്നത് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. കാരണം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലൈബ്രറിയും ലബോറട്ടറിയും ഹ്യൂറിസ്റ്റിക് ടെക്സ്റ്റ് ബുക്സും എല്ലാം ഈ ഒരു മെത്തേഡിന് വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പ്രൊജക്ട് മെത്തേഡ്. പ്രൊജക്ട് മെത്തേഡ് ഈസ് വൺ ഓഫ് ദ മോഡേൺ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ് ഇൻ ഡിസൈനിങ് ദ കരിക്കുല ആൻഡ് കണ്ടന്റ് ഓഫ് സ്റ്റഡീസ്. This method is based on philosophy of pragmatism and the principle of learning by doing. It demands work from the pupil. അപ്പോൾ പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും അതേപോലെ BEdനൊക്കെ ഒരു പ്രൊജക്റ്റ് റിസർച്ചൊക്കെ ചെയ്തിരുന്നില്ലേ, അതിനെയാണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മെത്തേഡ്, അതാണ് പ്രൊജക്ട് മെത്തേഡ്.
നമ്മൾ കുട്ടികൾക്ക് പ്രൊജക്റ്റ് കൊടുക്കില്ലേ ചെയ്യാൻ, കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടൊരു ടോപ്പിക് കൊടുത്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരോട് പറയും. അത് തന്നെയാണ് പ്രൊജക്ട് മെത്തേഡ്. ഇത് ഫിലോസഫി ഓഫ് പ്രാഗ്മാറ്റിസം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉള്ളത്. ലേണിംഗ് ബൈ ഡൂയിങ്ങിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇതിലുള്ളത്. WH ക്ലിപ്പാർട്ടിക്കിൻ്റെ അഭിപ്രായത്തിൽ പ്രൊജക്ട് ഈസ് എ ഹോൾ ഓർഡർഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. According to Balrod, a project is a bit of real life that has been imparted into school. According to Thomas and Long, it is a voluntary undertaking which involves constructive effort of thought and eventage into objective result. അപ്പോൾ ഇത്രയാണ് പ്രൊജക്ട് മെത്തേഡിനെ പറ്റി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻകറേജസ് ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ ഓഫ് പ്രാക്ടിക്കൽ പ്രോബ്ലം. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ് എൻകറേജ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. ഇറ്റ് ഫോക്കസസ് ഓൺ ദ സ്റ്റുഡൻസ് ഇറ്റ് ഈസ് എൻലിസ്റ്റഡ് ഹിസ് ഓർ ഹെർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ടാസ്ക് സെറ്റ്. ഇത് സ്റ്റുഡൻസിൻ്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും, അതിനെ ഫോക്കസ് ചെയ്തിരിക്കും. ഇറ്റ് എൻകറേജസ് ദ സ്പിരിറ്റ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി ആസ് ഇറ്റ് ഇൻവോൾവ്സ് വാലിഡേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ഗ്യാതർഡ് ഫ്രം ദ ഫീൽഡ് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ. ഇതൊരു സയൻറ്റിഫിക് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് എൻക്വയറിയൊക്കെ ഡെവലപ്പ് ചെയ്യും. കാരണം ഇത് ഒരു ഹൈപ്പോത്തിസിസിനെ ആശ്രയിച്ചിരിക്കുമല്ലോ, അവർ ഫീൽഡിൽ നിന്ന് കറക്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസിനെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് പ്രൊമോട്ട് എ ബെറ്റർ നോളജ് ഓഫ് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് നോളജ് ഗെയിൻ ഫ്രം ബുക്ക്. And it enhances the student's social skill as it is required interaction with the social environment. Teacher play a role as a facilitator role rather than the role of an expert. It allows the students a great degree of freedom to choose from among the options given to them. Hence, it provides a psychological boost. It encourages the spirit of research in the students. അപ്പോൾ ഇതൊരു ബുക്കിൽ നിന്ന് കിട്ടുന്ന നോളജിലുപരി മറ്റൊത്തിരി നോളജ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് സ്റ്റുഡൻസിൻ്റെ ഒരു സോഷ്യൽ സ്കില്ലും ഇൻട്രാക്ഷൻ വിത്ത് സോഷ്യൽ എൻവയോൺമെൻറ്റൊക്കെ കൂട്ടുന്നുണ്ട്. ടീച്ചറിന് ഇതിനൊരു എക്സ്പേർട്ടിൻ്റെ റോളില്ല, പകരം ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ റോള് മാത്രമേ ടീച്ചറിന് ഇവിടെ ഉള്ളൂ. ആക്റ്റീവായിട്ട് നിൽക്കുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. പിന്നെ പറയുന്നത് ഇറ്റ് അലൗസ് ദ സ്റ്റുഡൻസ് എ ഗ്രേറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ടു ചൂസ് ഫ്രം അമംഗ് ദ ഓപ്ഷൻസ് ഗീവൺ ടു ദം. അതായത് ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവരുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്ന കുറച്ച് ടോപ്പിക്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു റിസർച്ച്, ഒരു സ്പിരിറ്റ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ ഈ ഒരു പ്രൊജക്ട് മെത്തേഡിലൂടെ സ്റ്റുഡൻസിൽ എൻകറേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടില്ലേ പ്രോജക്റ്റ്, ഒത്തിരി സ്റ്റെപ്സൊക്കെ ഉള്ള, നമ്മൾ ഇപ്പോൾ സർവേ നടത്താം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തേക്കുന്ന പ്രോജക്റ്റ് ഇല്ലേ, ആ പ്രൊജക്റ്റിനെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞേക്കുന്ന പ്രോജക്റ്റ് മെത്തേഡിൽ പറയുന്നത്. ഇതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 6 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ, സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം, പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ, റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്. ഇത്രയും 6 സ്റ്റെപ്സാണ് ഈ ഒരു പ്രോജക്റ്റ് മെത്തേഡിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ടീച്ചർ ക്രിയേറ്റ് ദ പ്രോപ്പർ സിറ്റുവേഷൻ ടു ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. He puts up the knowledge about the project method, procedures, steps and uses to the students. A project should arise out of the need felt by students and it should never be forced on them. It should be purposeful and significant. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ. അതിൽ ടീച്ചർ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ കൊടുത്ത് സ്റ്റുഡൻസിൽ ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, സ്റ്റെപ്സ് ഒക്കെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരിക്കലും നമ്മൾ കമ്പൽ ചെയ്ത് പർപ്പസ്ഫുള്ളി ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഒരു ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അവർക്കിതൊരു പർപ്പസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ക്രിയേറ്റിംഗ് സിറ്റുവേഷനിൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് പ്രോബ്ലം. ദ ടീച്ചർ ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ടു സെലക്ട് ദ പ്രോബ്ലം ആൻഡ് ഗൈഡ് ദം. Students are having freedom to choose the topic or problem based on the interest and ability. Teachers should only tempt the student for the particular project by providing a situation, but the proposal for the project should finally come from student. അപ്പോൾ അതായത് സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ടീച്ചർ ഇവരെ ഗൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു അപ്രോപ്രിയേറ്റ് പ്രോബ്ലം സെലക്ട് ചെയ്യാനായിട്ട് അവരെ ഗൈഡ് ചെയ്യണം. സ്റ്റുഡൻസിനാണ് 100% ഫ്രീഡം ഉള്ളത്. അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം സ്റ്റുഡൻസിനുണ്ട്. ടീച്ചർ ആ ഒരു കാര്യത്തിനെ പറ്റി, ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിനെ പറ്റി അവർക്ക് സിറ്റുവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കടമ മാത്രമാണ് ഈ സെലക്ഷൻ ഓഫ് പ്രോബ്ലത്തിൽ ടീച്ചറിനുള്ളത്. ഒരിക്കലും കുട്ടികളെ കമ്പൽ ചെയ്ത് ഇന്നതേ നീ ചെയ്യാവൂ, ഇത് മാത്രം നിന്നെക്കൊണ്ട് പറ്റൂ അങ്ങനെ പറയരുത്. അവർക്ക് തന്നെ പറ്റുന്നത് അവർ തന്നെ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തതാണ് പ്ലാനിങ്. The teacher discuss with the students about the problem in various angles and points. After the free expression of the students' opinion about the problem, the teacher write down the whole program of action stepwise in the blackboard. In this process of planning, teacher has to act only as a guide and should give suggestion at the time, but actual planning left by students. ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരെ സെലക്ട് ചെയ്തേക്കുന്ന പ്രോബ്ലം പല പോയിന്റ് ഓഫ് വ്യൂവിൽ പല ആംഗിളിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ ഒപ്പീനിയൻസും അവരുടെ എക്സ്പ്രഷൻസും അവരുടെ കണ്ടെത്തലുകളും എല്ലാം എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ബോർഡിൽ സ്റ്റെപ്പ് വൈസ് എഴുതുക. അതിനുശേഷം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഗൈഡ് ചെയ്യുക. പക്ഷേ മൊത്തമായിട്ട് പറഞ്ഞു കൊടുക്കരുത്. ഇത് ആക്ച്വലി ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക എന്നത് മാത്രമേ ടീച്ചർ ചെയ്യാവുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ. The students are starting their work in this step. ഈ ഒരു സ്റ്റെപ്പിലാണ് സ്റ്റുഡൻസ് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. They are collected the relevant information and material at the first. അവർ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ പറ്റിയുള്ള റെലവൻറ്റ് ഇൻഫർമേഷനും മെറ്റീരിയൽസ് ഒക്കെ ആദ്യമേ കളക്ട് ചെയ്യും. The teacher should give the time and write the students to according to their own speed, interest and ability. ടീച്ചർ അവരുടെ സ്പീഡിനും അവരുടെ എബിലിറ്റിക്കും അനുസരിച്ചുള്ള ടൈം അവിടെ കൊടുക്കണം. During this step, teacher should carefully supervise the pupil in manipulative skill to prevent waste of material and to guide accidents. Teacher should constantly check up the relationship between chalk out the plans and developing project. അതായത് ഈ സ്റ്റെപ്പിൽ ടീച്ചർ കൂടുതൽ കരുതൽ വേണം. കാരണം അവരുടെ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറാൻ നമ്മൾ നോക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഷുഡ് ബി ഡൺ ബോത്ത് ബൈ ദ പ്യൂപ്പിൾ ആൻഡ് ദ ടീച്ചർ. ഇവാലുവേഷൻ പ്യൂപ്പിളും ചെയ്യണം ടീച്ചറും ചെയ്യണം. Here the student evaluate their task. They determine where the objectives are achieved or not. ഇവിടെ സ്റ്റുഡൻസ് അവരുടെ ടാസ്ക് ഇവാലുവേറ്റ് ചെയ്യണം. അവർക്ക് കൊടുത്ത ആ ഒരു ഒബ്ജക്റ്റീവ് അവർ അച്ചീവ് ചെയ്തോ എന്ന് അവർ നോക്കണം. ആഫ്റ്റർ ദാറ്റ് ദേ ക്രിറ്റിസൈസ് ആൻഡ് എക്സ്പ്രസ് ദ ഫീലിംഗ് അബൌട്ട് ടാസ്ക് ഫ്രീലി. അതിനുശേഷം അവർ ഫ്രീ ആയിട്ട് തന്നെ അവർ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് അവർ ചെയ്തതിനെ പറ്റി എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യണം. ഇവാലുവേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഹാഡ് ബി ഡൺ ഇൻ ദ ലൈറ്റ് ഓഫ് പ്ലാൻസ് ഡിഫിക്കൽട്ടീസ് ഇൻ എക്സിക്യൂഷൻ ആൻഡ് അച്ചീവ്ഡ് റിസൾട്ട്. അതായത് ഇവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാനും അത് എന്തൊക്കെ പ്ലാനിലൂടെയാണ് ഇവരുടെ പ്രോജക്റ്റ് പോയതെന്നും ഇത് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർക്കുണ്ടായ ഡിഫിക്കൽട്ടീസും അതേപോലെ അവരെങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയുള്ള ആ ഒരു ഫുൾ പ്രോസസ്സ് A to Z ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള A to Z കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇവാലുവേഷൻ സെക്ഷനിൽ വരണം. അടുത്തതാണ് റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്. It is the last step of the project method in which each and every step of the work are reported. ഇത് ഒരു പ്രൊജക്ട് മെത്തേഡിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് റിപ്പോർട്ട് ചെയ്യണം. The reported things are recorded in a certain order in a book form. ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തിങ്സ് എല്ലാം ഒരു ബുക്ക് ഫോമാറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. It should include the proposal plan and discussion duties allotted to different students and how far they were carried out by them. അതായത് ആ എഴുതി വെക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം. അതായത് കംപ്ലീറ്റ് ഇതിൻ്റെ പ്രപ്പോസൽ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്ലാനും ഇതിൻ്റെ ഡിസ്കഷൻസും എന്തൊക്കെയായിരുന്നു, ഓരോ കുട്ടികളുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിൽ എഴുതിയിരിക്കണം റിപ്പോർട്ടിൽ. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് പ്ലേസ് വിസിറ്റഡ് ആൻഡ് സർവേഡ് ഗൈഡൻസ് ഫോർ ഫ്യൂച്ചർ ആൻഡ് ഓൾ അതർ പോസിബിൾ ഡീറ്റെയിൽസ്. ദ ബുക്ക് ഫോർമാറ്റ് റിപ്പോർട്ടഡ് ഈസ് സബ്മിറ്റഡ് ടു ദ ടീച്ചർ അറ്റ് ദ എൻഡ്. എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സർവേ ചെയ്തു എല്ലാം എഴുതണം. ലാസ്റ്റ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് റോൾ ഓഫ് ദ ടീച്ചർ. ഇൻ ദ പ്രൊജക്ട് മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ. ഒരു ഗൈഡ്, ഫ്രണ്ട്, ഫിലോസഫർ അത്രയേ ഉള്ളൂ ഇതിലൊരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദ ടീച്ചർ ഈസ് നോട്ട് എ ഡിക്റ്റേറ്റർ ഓർ എ കമാൻഡർ ബട്ട് എ ഫ്രണ്ട്, ഗൈഡ് ആൻഡ് എ വർക്ക് പാർട്ട്ണർ. ഒരു ഡിക്റ്റേറ്ററായിട്ടോ കമാൻഡറായിട്ടോ അല്ല അവിടെ ടീച്ചർ നിൽക്കേണ്ടത്. ഒരു ഫ്രണ്ടായിട്ടും ഗൈഡായിട്ടും ഒരു വർക്ക് പാർട്ട്ണറായിട്ടുമാണ് ടീച്ചർ അവിടെ നിൽക്കേണ്ടത്. He encourages his students to work collectively and cooperatively. സ്റ്റുഡൻസിനെ വർക്ക് കളക്ട് ചെയ്യാനും ഒരു കോപ്പറേറ്റ്ലി എല്ലാം ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. He also helps his student to avoid mistake വരാതെ ഹെൽപ്പ് ചെയ്യണം. He make it a point that each member of the group contributed something to the completeness of the project. എല്ലാ മെമ്പേഴ്സും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ടീച്ചർ ഇതിൽ ഉറപ്പുവരുത്തണം. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ ലോ ഓഫ് ലേണിംഗ്. ദ എഡ്യൂക്കേഷൻ ഈസ് റിലേറ്റഡ് ടു child life and he acquire it through meaningful activities, and it imbibes the spirit of cooperation as it is cooperative venue.
It provides opportunities for people of different tastes and aptitude within the framework of the same scheme. അതായത് ഇതൊരു സൈക്കോളജിക്കൽ ലോ ഓഫ് ലേണിംഗ് ആണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഈസ് ഒരു ചൈൽഡ് ലൈഫിൽ റിലേറ്റഡ് ടു ചൈൽഡ് ലൈഫാണ്. അത് ഒരു മീനിങ് ഫുൾ ആക്ടിവിറ്റിയിലൂടെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോപ്പറേഷൻ, ആ ഒരു സ്പിരിറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പലതരം പല സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കായിട്ട് നമുക്കിതിനെ കണക്കൂട്ടാൻ പറ്റും. Introduce democracy in education. It is problem solving method and places very less emphasis on cramming memorizing, and it puts challenge to the student and thus stimulate constructive and creative thinking. The method provides an opportunity for mutual exchange of ideas. It develops self-confidence and self-discipline. A project tends to illustrate the real nature of the subject. The method helps the children to organize their knowledge. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സിൽ വരുന്നത്. ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പ്രോജക്റ്റ് മെത്തേഡ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സയൻസ് വർക്ക് ഓൺലി. Though it provides superficial knowledge of so many things, it provides insufficient knowledge of some fundamental principle. The teacher has been assumed as the master of all subject, which is practically not possible. This method can't be put under a regular framework. Thus, the regular timetable of work will be upset. This method is not economical as it requires tools, purchase of apparatus and equipments, etc. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡ്രോബാക്സിൽ വരുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായല്ലോ. ഡിസ്കസ് ചെയ്യുന്നതിലെ ലാസ്റ്റ് മെത്തേഡാണിത്, ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്. Brainstorming is a method of generating ideas and sharing knowledge to solve a particular commercial or technical problem in which participants are encouraged to think without interruption. Brainstorming is a group activity where each participant share their ideas as soon as they come to mind. അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഇരുന്ന് നമ്മളോടൊരു കാര്യം പറയുന്നു, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നു. അത് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന അത് ഉണ്ടാവാനുള്ള റീസൺസ്, അതെങ്ങനെ ഇല്ലാതാക്കാം, അത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾ പറയും. അതെല്ലാം ടീച്ചേഴ്സ് ഇങ്ങനെ നോട്ട് ചെയ്യും. അങ്ങനെ അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുക്കും, ടീച്ചർ ഒരു ടോപ്പിക്ക് കൊടുക്കും, അതിനെപ്പറ്റി കുട്ടികളോട് ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും. അവർ സംസാരിക്കുന്നതിൽ നിന്ന് അവർക്കതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടീച്ചേഴ്സിന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പിക്ക് എ ക്വസ്റ്റ്യൻ ഓർ പ്രോബ്ലം ടു സോൾവ്, മേക്ക് ദ പ്രോംപ്റ്റ് ക്ലിയർ ആൻഡ് സിമ്പിൾ, pick time and place, encourage discussion and ideas, set a time limit, write all the ideas down and organize, get rid of bad ideas. അതായത് ആദ്യമേ തന്നെ അവർക്ക് സോൾവ് ചെയ്യാനായിട്ടൊരു പ്രോബ്ലം കൊടുക്കുക. അത് ഒരു ക്ലിയറും വളരെ സിമ്പിളും ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കണം അവരോട് പറയുന്നത്. ഇന്ന ടൈം പീരീഡിനുള്ളിൽ തീർക്കാൻ പറയണം. ഡിസ്കഷനും ഐഡിയാസൊക്കെ എൻകറേജ് ചെയ്യണം. ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യണം. അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ബോർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യണം. അതിൽ നിന്ന് നല്ലതും ചീത്തയും ചീത്ത മാറ്റി നല്ലത് മാത്രം നോട്ട് ചെയ്യണം. ഇതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.